നല്ല രുചിയുള്ള ഒരു എഗ് കറിയും അതുപോലെ തന്നെ പേപ്പർ മാതിരി ഇരിക്കുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഈ ദോശ നിങ്ങൾ ചിലരെങ്കിലും ഉണ്ടാക്കാറുണ്ടാവും, എന്നാലും മുട്ടക്കറി ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ മുട്ടക്കറിക്കുള്ള മസാല ഉണ്ടാക്കണം. ഞാൻ 1 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോരുത്, ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി, പൊടിക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അതും നമുക്കൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് വറുത്തതിന് ശേഷം നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല. അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കും. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമുക്ക് 2 സവാള ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ് നമ്മൾ ചേർത്തിട്ടില്ല. ഓംലെറ്റിനൊക്കെ അരിയില്ല, അതേപോലെ വേണം അരിയാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെറുതെ വഴറ്റിയാൽ പോരാ, നമ്മൾ ഉപ്പും ചേർത്തിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇപ്പോൾ കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും പോരാ, നല്ലൊരു കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നന്നായിട്ട് ഡാർക്ക് കളർ ആകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് കളറ് ചേഞ്ചായി വരട്ടെ. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വേവുകയും ചെയ്യും. ഇനി നമുക്കിതിനകത്തോട്ട് സോസാണ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നല്ല പഴുത്ത 2 മീഡിയം സൈസ് തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതിൽ നിന്ന് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊടി മുഴുവനായിട്ട് ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. നമുക്കത് മുഴുവൻ ചേർക്കേണ്ട ആവശ്യമില്ല, 1.5 ടീസ്പൂണേ വേണ്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണക്ക് മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ വെള്ളം ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഉപ്പ് ഈ സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചേർത്തിട്ടില്ലാണ്, ഞാൻ പിന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. നല്ലോണം ഒന്ന് വറ്റി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഞാനിവിടെ ഒരു പാനിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1 സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നല്ല തിന്നായിട്ട് വേണം സ്ലൈസ് ചെയ്യാനായിട്ട്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കില്ല, അതേപോലെ നേർമയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതങ്ങനെ ഒത്തിരി നേരം നമ്മൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കടിക്കുന്ന പരുവൊന്ന് ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. മുട്ടയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 4 5 എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുഴുങ്ങിയിട്ടാണ് നമ്മളത് പീസാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുട്ടനെ 2 പീസാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ആ ഒരു മസാല ഉണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അത്രയും മതി. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് മുട്ടയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊന്നും ഒരു സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും മുട്ട ഒന്ന് റെഡിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി, ഒരുപാട് നേരമൊന്നും വേണ്ട. അപ്പോഴേക്കും നമ്മുടെ ആ മസാലയൊക്കെ അവിടെ വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് ഉള്ളിയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മുടെ മസാല എന്തായി നോക്കാം. അപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആക്കണ്ട ഈ സമയത്ത്, കാരണം നമുക്ക് മുട്ട ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ മുട്ടയും ഉള്ളിയും ഒക്കെ കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞ ഉടഞ്ഞ് പോവാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ ഇത് ഡ്രൈ ആക്കേണ്ടത് അത്രയും ഡ്രൈ ആക്കി എടുക്കുക. കാരണം കുറച്ചുകൂടി ഡ്രൈ ആകുമ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ. എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്.
അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ടില്ലേ പാലാട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പാലാട ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/4 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്തി വെക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക, കാരണം അരി നന്നായിട്ട് അരഞ്ഞു കിട്ടണമെങ്കിൽ പാൽ കുറച്ച് ചേർത്ത് കൊടുക്കുക, ഒരു 1/4 കപ്പ് അത്രയൊക്കെ മതി. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, ഒട്ടും തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. ഒരു മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മാവെന്ന് പറഞ്ഞാൽ നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ സെയിം മാവ് തന്നെയാണ് കേട്ടോ. പച്ചവെള്ളം മാതിരി അല്ലെങ്കിൽ പാലും വെള്ളം മാതിരിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അഥവാ നിങ്ങൾ 1.5 കപ്പ് പാൽ ഒഴിച്ചിട്ട് പാലും വെള്ളം പോലെ ആ ഒരു തിക്നെസ്സിൽ കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ കുറച്ചായിട്ടാണ് കേട്ടോ പാല് ചേർത്തിട്ടുള്ളത്. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്, 1 കപ്പും കൂടെ. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 2.5 കപ്പൊക്കെ പാല് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1-1.25 കപ്പ് നല്ല തിക്കുള്ള പാലെടുത്തിട്ട് ബാക്കി വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ പാലാട ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തിക്നെസ് കൂടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കാരണം ആ ഒരു പാലാടയ്ക്ക് കട്ടി കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കൊരു പാന് ചൂടാക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. പിന്നെ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് തീ കൂട്ടി വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതായി പോവും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് പോലും വേണ്ട, അതിന് മുമ്പ് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കൈകൊണ്ട് തന്നെ എടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുത്താൽ മതി. എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പാലാട ഇതുപോലെ വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, മുട്ടക്കറിയും പാലാടയും ഒക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.